കർണൻ ഒരു നോക്കുപോലും ഗീതയെ തിരിഞ്ഞു നോക്കാതെ അവിടെ നിന്നും കാറുമായി പോകുമ്പോൾ ഗീത തന്റെ നിറഞ്ഞ കണ്ണുകൾ അവരുടെ സാരിത്തുമ്പ് കൊണ്ട് തുടച്ചു നീക്കി. അനിരുദ്ധ അവർക്കടുത്തേക്ക് നടന്നു വന്നു. അവരുടെ തോളിലൂടെ കൈകളിട്ട് അവനിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെയും കൊണ്ട് അകത്തേക്ക് നടന്നു. ഗീതയെ അവൻ അവിടെയുള്ള സോഫയിലേക്ക് ഇരുത്തി. ഞാൻ കരുതി അമ്മയും മോനുമായുള്ള പ്രശ്നം തീർന്നു കാണുമെന്ന്. ഇതിപ്പോൾ മുമ്പത്തേക്കാൾ അവഗണനയാണല്ലോ അവൻ ഗീതാമ്മയ്ക്ക് കൊടുക്കുന്നത്. അനിരുദ്ധ അത് പറയുമ്പോൾ അതിനുള്ള മറുപടിയായി രേവതി പറഞ്ഞു തുടങ്ങി. അതെങ്ങനെയാണേ? അവനിപ്പോഴും തെറ്റുകാരൻ അവൻ്റെ അച്ഛൻ തന്നെയാണെന്നാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത്. അവളുടെ സ്വന്തം അമ്മയായി ഞാൻ പോലും വിശ്വസിക്കുന്നില്ല എൻ്റെ ഏട്ടനാണ് അവളുടെ വിയോഗത്തിന് കാരണമെന്ന്. ഏട്ടൻ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, ഇല്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ ഇതുമാത്രം ഏട്ടനെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. അമ്മേ, അങ്കിളാണത് ചെയ്തതെന്ന് ഞാനും വിശ്വസിക്കുന്നില്ല. പിന്നെ കർണൻ ഇങ്ങനെ ആവാനും കാരണമുണ്ട്. അവനെയും തെറ്റു പറയാൻ പറ്റില്ല. അങ്കിളിൻ്റെ ചില നേരത്തെ പ്രവൃത്തികൾ തന്നെയാണ് അവനെ ഇങ്ങനെയൊക്കെ ചിന്തിപ്പിക്കുന്നത് എന്ന് കരുതി ഗീതാമ്മയോട് ദേഷ്യം കാണിക്കേണ്ടതില്ലല്ലോ. ഗീത അവരുടെ കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു. തെറ്റ് ഞാനും ചെയ്തു അനി. അയാളുടെ വാക്ക് കേട്ട് എൻ്റെ മകൻ്റെ മനസ്സ് ഞാനും വിഷമിപ്പിച്ചു. അച്ഛനും മകനും തമ്മിൽ വീട്ടിലൊരു യുദ്ധം നടക്കാതിരിക്കാൻ ഞാൻ അനുമോളെ കണ്ടു പറഞ്ഞിരുന്നു കർണനെ മറക്കാൻ. പക്ഷേ ഞാൻ ഒരിക്കലും വേണമെന്ന് വെച്ച് ചെയ്തതല്ല. പക്ഷേ ഞാൻ കൂടെ കാരണമാ എൻ്റെ അനുമോളുടെ ജീവൻ പോകാൻ. അതുകൊണ്ടല്ലേ കർണൻ പോലും എന്നെ വെറുക്കുന്നത്. രേവതി ഗീതയുടെ അടുത്ത് വന്നിരുന്നു. അതിന് നീയാണ് എൻ്റെ മകളുടെ ജീവൻ പോകാൻ കാരണമെന്ന് ആരെങ്കിലും പറഞ്ഞു? പിന്നെ നിനക്കറിയില്ലേ അനുമോളെ കണ്ണൻ എന്തുമാത്രമാണ് സ്നേഹിച്ചതെന്ന്. അതുകൊണ്ട് അവൻ പ്രിയപ്പെട്ടവർ ചെയ്ത ചെറിയ തെറ്റ് പോലും അവന് സഹിക്കാൻ കഴിയാത്തത്. സഹിക്കുന്നില്ലടി. കഴിഞ്ഞ 2 വർഷമായി എൻ്റെ മകൻ അമ്മയെന്ന് സ്നേഹത്തോടെ ഒന്ന് വിളിച്ചുകൊണ്ട് എന്നോട് മിണ്ടിയിട്ട്. അതൊക്കെ ശരിയാവും ഗീതേ. എത്ര നാൾ അവന് നിന്നോട് ഈ ദേഷ്യം കാണിക്കാൻ കഴിയും? സത്യങ്ങളെല്ലാം എന്നായാലും അവൻ അറിയുക തന്നെ ചെയ്യും. അന്ന് നിന്നെ തേടി അവൻ വരും, അമ്മയെന്ന് വിളിച്ച് നിന്നെ ചേർത്ത് പിടിക്കാൻ. അപ്പോഴേക്കും ഗീത ആകാംക്ഷയോടെ രേവതിയെ ഉറ്റുനോക്കി. നീ പറഞ്ഞ സത്യമാണോ രേവു? അവൻ അവൻ്റെ അമ്മയെയും അച്ഛനെയും എന്തെങ്കിലും മനസ്സിലാക്കുമോ? അതിനുള്ള മറുപടി അനിരുദ്ധാണ് നൽകിയത്. തീർച്ചയായും, അതിനല്ല ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് പോലും. രേവതിയും ഗീതയും അനിരുദ്ധിനെ മാറി മാറി നോക്കി. നീ എന്താ നീ പറഞ്ഞേ? അതെ അമ്മേ, ഞാൻ ശരിക്കും ട്രാൻസ്ഫർ വാങ്ങി ഇങ്ങോട്ടേക്ക് തന്നെ വരാൻ കാരണം ഇടയ്ക്ക് കാത്തു വിളിച്ചപ്പോൾ എല്ലാം പറഞ്ഞിരുന്നു. കർണനെ വിളിച്ചപ്പോൾ അവനിതേപ്പറ്റി സംസാരിക്കാനും താല്പര്യമില്ല. അവനോടൊന്നുകൂടെ ഈ കേസ് അന്വേഷിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ഒരു തരം വാശിയായിരുന്നു അന്വേഷിക്കേണ്ടെന്ന്. അങ്കിളാണെന്ന് തന്നെ അവൻ്റെ മനസ്സിൽ അത്രയും ഉറച്ചു പോയെന്ന് അപ്പോഴാണ് മനസ്സിലായത്. ഞാനും അവനെ പോലെ അങ്കിളാണെന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം വരെയും കരുതിയത്. എന്നാൽ അവിടെ വെച്ച് അനിരുദ്ധിൻ്റെ വാക്കുകൾ മുറിഞ്ഞു പോയിരുന്നു. ഗീത ഇരുന്നിടത്തുനിന്നും എഴുന്നേറ്റ് അവൻ്റെ അരികിലേക്ക് വന്നിരുന്നു. അവൻ്റെ മുഖം അവർക്ക് അഭിമുഖമായി പിടിച്ചിരുത്തിക്കൊണ്ട് ചോദിച്ചു. എന്താ നീ നിർത്തിക്കളഞ്ഞത്? എന്താ നീ അറിഞ്ഞത്? പറഞ്ഞേ, ഈ അമ്മയ്ക്ക് അറിയണം. അത് പിന്നെ അമ്മേ, പറഞ്ഞേ അനി, എൻ്റെ ഏട്ടൻ നിരപരാധിയല്ലേ അല്ലേന്ന്. ഏട്ടൻ എവിടെയാണെന്നെങ്കിലും അറിയുമോ? അനി പറയടാ, ഞങ്ങൾക്കറിയണം. നിനക്കെന്തൊക്കെയാടാ അറിയുക? അതാ നീ അങ്ങനെ പറയാൻ തന്നെ കാരണം. അത് ഞങ്ങൾ കൂടെ അറിഞ്ഞ എന്നായാലും ഞങ്ങൾ അറിയേണ്ടതല്ലേ? രേവതി അനിരുദ്ധിനെ നോക്കി അത്രയും പറയുമ്പോൾ അവൻ അവരിരുവരെയും നോക്കാതെ പറഞ്ഞു. എനിക്ക് വലുതായി അറിയില്ല അമ്മേ. കള്ളം നിനക്കെന്തൊക്കെയോ അറിയാം, ഞങ്ങളോട് മറയ്ക്കുവാ നീ അല്ലേ? അമ്മേ, ഞാൻ വേണ്ട. നീ ഞങ്ങളെ നിന്റെ അമ്മയായി കാണുന്നെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. പറയാം. അനിരുദ്ധ അവരെ നോക്കി പറഞ്ഞു. അവനെ കേൾക്കാനെന്ന വണ്ണം അവരും തയ്യാറായിരുന്നു. എന്നായാലും നിങ്ങളിത് അറിയുക തന്നെ ചെയ്യും. അപ്പം പിന്നെ ഞാനായി തന്നെ പറയുന്നത് കൊണ്ടെന്താ? ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് തന്നെ അനുവിൻ്റെ കേസ് അന്വേഷിക്കാനാ. അത് മറ്റാരും അറിയാതിരിക്കാനാ ഈ നിൽക്കുന്ന പല്ലവിയുടെ സിസ്റ്റർ പവിത്രയുടെ മിസ്സിംഗ് കേസ് ഏറ്റെടുത്തത്. അതിലൂടെ ഇവിടെ 2 വർഷം മുൻപ് അനുവിൻ്റെ ഈ കേസ് നോക്കിയിരിക്കുന്നവരിലേക്ക് എത്തുക എന്നതാണ് ലക്ഷ്യം. കർണനെ കണ്ട് ഞാൻ അറിഞ്ഞതെല്ലാം അവനെ അറിയിക്കുക അതുകൂടെ ഉണ്ടായിരുന്നു. കാരണം ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന ശത്രുക്കൾ അത്രയും ശക്തിശാലികളാവാം. ഡിപ്പാർട്ട്മെൻറ്റിൽ എനിക്കറിയാവുന്ന എൻ്റെ കുറച്ച് ഫ്രണ്ട്സുണ്ട്. അവർ വഴിയാണ് അനുവിൻ്റെ കേസ് ഫയൽ എൻ്റെ കയ്യിൽ കിട്ടുന്നത്. അന്ന് കേസ് അന്വേഷിച്ചിരുന്നത് ഒരു രഞ്ജിത്ത് ശങ്കർ ആയിരുന്നില്ലേ? അയാൾ പറഞ്ഞത് അനുവിനെ അങ്കിൾ പിടിച്ചുകൊണ്ട് കൊന്നു എന്നാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അങ്ങനെയാണ് കാണിക്കുന്നതെന്നും. അന്നത്തെ ദിവസം തന്നെ കോളേജിൽ നിന്നും അങ്കിൾ അനുവിനെ കൂട്ടിക്കൊണ്ടു പോകുന്നു. പിന്നെ ആരും അവളെ കാണുന്നില്ല.
പിറ്റേന്ന് അനുവിനെ മരിച്ച നിലയിൽ റോഡ് സൈഡിൽ നിന്നും ഓടയിൽ നിന്നും കണ്ടെത്തുന്നു. അതുകൊണ്ട് തന്നെ പ്രതിയെ അങ്കിൾ എന്ന് പറഞ്ഞതും അതിലുടച്ച് വിശ്വസിച്ചു കർണൻ. അതുകൊണ്ട് തന്നെ കേസ് അവിടെ ക്ലോസ് ചെയ്തു. അനുവിന് ഇങ്ങനെ ഒരു മരണം സംഭവിച്ചു എന്ന് പുറം ലോകം അറിയാതിരിക്കാൻ ഒരുപക്ഷെ അത് തന്നെ ആയിരുന്നിരിക്കണം അനുവിൻ്റെ കൊലപാതകത്തിന് പിന്നിലുള്ളവരുടെ ലക്ഷ്യവും. അനുവിൻ്റെ കൊലപാതകത്തിന് പിന്നിൽ മറ്റൊരാളെന്ന് തോന്നാൻ തന്നെ കാരണം ആ കേസ് ഡയറിയിലുള്ള ചില റിപ്പോർട്ട്സാണ്. അനു പീഡനത്തിന് അങ്കിളിൽ നിന്നും വിധേയമായി എന്നുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അതിൽ നിന്നും നീക്കം ചെയ്തിരിക്കുന്നു. പോരാത്തതിന് സൂയിസൈഡ് എന്ന് പറഞ്ഞാണ് ആ കേസ് ക്ലോസ് ചെയ്തിരിക്കുന്നതും. എന്തിന്? ആർക്കു വേണ്ടി? ഇതിൻ്റെ എല്ലാം സത്യം ഒരാൾക്ക് മാത്രമേ അറിയൂ, അങ്കിളിന്. അതുകൊണ്ട് തന്നെ അങ്കിളിന് എന്തു പറ്റിയെന്നറിയാനുള്ള ശ്രമവും ഞാൻ നടത്തി. അനിരുദ്ധ അത്രയും പറഞ്ഞു നിർത്തുമ്പോൾ ഗീത അവൻ്റെ അരികിലേക്ക് വന്നു നിന്നു ആകാംക്ഷയോടെ ചോദിച്ചു, എന്നിട്ട് കണ്ടോ നീ ഏട്ടനെ? ഇല്ല. അപ്പം കണ്ടില്ലേ നീ എൻ്റെ ഗോവിന്ദേട്ടനെ? കാണാനെങ്കിൽ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിലല്ലേ? ഒരിടുത്തി വീടും പോലെയാണ് ഗീതയ്ക്കും രേവതിക്കും അത് തോന്നിയത്. ഗീത പാഞ്ഞു വന്ന അനിരുദ്ധിൻ്റെ കോളറിൽ കൊത്തിപ്പിടിച്ച് കരഞ്ഞോട് ചോദിച്ചു, സത്യമാണ് നീ പറഞ്ഞേ? എൻ്റെ ഗോവിന്ദേട്ടൻ ജീവിച്ചിരിപ്പില്ലേ? പറ, ജീവിച്ചിരിപ്പില്ലേന്ന്. ഞാൻ സത്യമാ അമ്മേ പറഞ്ഞേ, അങ്കിളിന്ന് ജീവനോടെ ഇല്ല. അനിരുദ്ധ അത് പറഞ്ഞതും അവൻ്റെ കോളറിൽ പിടിച്ച് പിടിവിട്ട് നിലത്തേക്ക് വീഴാൻ പോയ ഗീതയെ പല്ലവിയും രേവതിയും കാർത്തികയും കൂടെ താങ്ങി പിടിച്ചു. അവരെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയില്ലായിരുന്നു. കാരണം അവർക്കും താങ്ങാൻ കഴിയാത്തതായിരുന്നു അത്. കുറച്ചു കഴിഞ്ഞതും തന്നെ അവർ കുഴഞ്ഞ് അവരുടെ മേലേക്ക് വീണുപോയിരുന്നു. സഞ്ജയ് മുരുകൻ്റെ മൂക്ക് നോക്കി തന്നെ പഞ്ച് ചെയ്തുകൊണ്ടിരുന്നു. എനിക്കെതിരെ നീ ഒരു ചെറുവിരൽ അനക്കിയാൽ പോലും അത് ഞാൻ അറിയില്ലെന്ന് കരുതിയോടാ പൊന്ന മോനെ. എന്നെ അങ്ങ് ഉണ്ടാക്കാൻ എൻ്റെ പെണ്ണിനെയും കൊണ്ട് പോകാമെന്ന് കരുതിയോ നീ അരവിന്ദനെ വിട്ട് ഈ കളി കാണിച്ചതെന്ന് ഞാൻ അറിഞ്ഞ അന്നേ നിനക്ക് കരുതി വെച്ചതാ. എന്നാൽ നീ അവിടെയും നിർത്തിയില്ല. അവനെയും അവളെയും ഇറക്കി പിന്നിൽ നിന്നും കളിച്ചു. വന്നു ചേരുന്ന പണത്തിൻ്റെ മഞ്ഞളിപ്പ് കണ്ട് അവരും ചതിച്ചു. നിനക്കൊക്കെ കൈനിറയെ തന്നല്ലേ എനിക്ക് ശീലമുള്ളൂ. ആ എനിക്കിട്ട് തന്നെ നീയൊക്കെ അങ്ങ് ഉണ്ടാക്കാൻ നോക്കിയാലേ പിന്നെ ഞാനെങ്ങനെ അടങ്ങിയിരിക്കും? എന്തും ഞാൻ സഹിക്കും. എൻ്റെ പെണ്ണിനെ നോക്കിയാലോ വേദനിപ്പിച്ചാലോ ഞാൻ സഹിക്കില്ല. നിനക്കൊക്കെ പണമാണ് വേണ്ടതെങ്കിൽ ചോദിച്ചാൽ പോരെ? നിനക്കൊക്കെ ഇട്ടുമൂടാനുള്ള തരുമായിരുന്നില്ല ഞാൻ. എന്നിട്ടും അതുകൊണ്ട് വേണ്ട, നീ ഇനി ഭൂമിക്ക് ആവശ്യമില്ല. അവരെ എങ്ങനെ ഒരു തെളിവുമില്ലാതെ കൊന്നൊടുക്കിയോ അതുപോലെ തന്നെയാണ് നിൻ്റെയും മരണം. അത് പറഞ്ഞു പിന്നിൽ നിന്ന് സഞ്ജയുടെ കൂട്ടാളികൾക്ക് നേരെ കരങ്ങൾ നീട്ടിയതും സഞ്ജയുടെ കയ്യിൽ ഒരു നീണ്ട വടിവാൾ നൽകി. വടിവാൾ തൻ്റെ കരങ്ങൾക്കുള്ളിൽ വെച്ചുകൊണ്ട് തന്നെ സഞ്ജയ് മുരുകനെ അവൻ്റെ കഴുകൻ കണ്ണുകളോടെ നോക്കി. മുരുകൻ്റെ ഉള്ളിൽ പേടി നിറഞ്ഞു. അവൻ കെട്ടിയിരുന്ന കരങ്ങൾ മോചിപ്പിക്കാനെന്നോണം കരങ്ങളിട്ട് അനക്കിയെങ്കിലും കെട്ടടിഞ്ഞില്ല. അവൻ സഞ്ജയെ പേടിയോടെ നോക്കിക്കൊണ്ട് പറഞ്ഞു, സഞ്ജയ്, തെറ്റുപറ്റിപ്പോയി എനിക്ക്. ഈ ഒരു പ്രാവശ്യത്തേക്ക് എന്നോട് ക്ഷമിക്ക്. ഞാൻ നിൻ്റെയോ നിൻ്റെ പെണ്ണിൻ്റെയോ കൺവെട്ടത്ത് വരാതെ എങ്ങോട്ടെങ്കിലും പോയേക്കാം. പ്ലീസ് എന്നെ ഒന്നും ചെയ്യരുത് സഞ്ജയ്. അതിനവനെ നോക്കി സഞ്ജയ് അട്ടഹസിച്ചു ചിരിച്ചു. നിന്നെ വെറുതെ വിടാനോ? എല്ലാം അറിഞ്ഞ് പലപ്പോഴായി വെറുതെ വിട്ടതുകൊണ്ടല്ലേ നീയൊക്കെ എനിക്ക് തന്നെ ഉണ്ടാക്കിയത്. ഇപ്പം ഇതാ എൻ്റെ പേരിൽ കേസും കൊടുത്ത് എന്നെ അകത്താക്കാനും കരുതിയോ? അത് പിന്നെ സഞ്ജയ് അറിയാതെ. നീ എന്താ കരുതിയേ? ഞാനൊന്നും അറിയില്ലെന്നാണോ? ആരൊക്കെ എവിടെയായിരുന്നെന്ന് എനിക്കെതിരെ എന്ത് പ്ലാൻ ചെയ്താലും ഈ സഞ്ജയ് അതറിഞ്ഞിരിക്കും. കാരണം അവരുടെയൊക്കെ ജീവൻ എടുക്കുന്ന കാലൻ ഈ ഞാനാണ്. പിന്നെ ഒരു നിമിഷം വൈകാതെ തന്നെ ആ വടിവാൾ കൊണ്ട് മുരുകനെ തലങ്ങും വിലങ്ങും വെട്ടി. അവൻ്റെ കരച്ചിൽ പോലും അവന് വീണ്ടും വീണ്ടും വെട്ടി നുറുക്കാനുള്ള ആവേശമായിരുന്നു അവനിൽ. മുഖത്തേക്കും ദേഹത്തേക്കും ചിതറിത്തെറിച്ച രക്തം പോലും അവനെ ആവേശമായിരുന്നു. അവൻ്റെ ആ ഭാവം കണ്ടു കൂടെയുള്ളവരും പേടിച്ചു. അവസാനം കൊത്തി നുറുക്കപ്പെട്ട അവസ്ഥയിലായതും അവൻ വടിവാൾ താഴേക്കിട്ടു. എന്നിട്ട് കൂടെ നിന്നവനോട് കണ്ണു കാണിച്ചതും അവൻ ജീപ്പിൽ നിന്നും പെട്രോൾ എടുത്തു കൊണ്ടുവന്ന് സഞ്ജയ്ക്ക് നേരെ നീട്ടി. അതിലവൻ ഒഴിച്ച് തീ കൊളുത്തി. തീ ആളിപ്പടർന്നു. അതോടൊപ്പം അവനിലെ ക്രോധവും ചെറുതായി അടങ്ങി. എല്ലാം ക്ലീനാക്കിയിട്ട് വരാൻ പാടുള്ളൂ. തെളിവിനായി ഒന്നുപോലും അവശേഷിക്കരുത്. അത്രയും അവരെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് അവൻ അവിടെ നിന്നും നടന്നു നീങ്ങി. കർണൻ ബീച്ചിൻ്റെ സൈഡിൽ കാർ പാർക്ക് ചെയ്ത് ചാരി നിന്നതും അനിരുദ്ധ അങ്ങോട്ടേക്ക് ചെന്നു. കർണ, നീ എന്താടാ ഇങ്ങനെ? എന്തിനാ നീ ഗീതമ്മ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? ഒന്നുമില്ലെങ്കിലും നിന്റെ പെറ്റമ്മയല്ലേ? ഗീതമ്മയ്ക്ക് ആഗ്രഹം കാണില്ലേ സ്വന്തം മകൻ്റെ സ്നേഹത്തോടെയുള്ളൊരു നോട്ടവും വിളിയുമെല്ലാം?
മകനെ അത്രമാത്രം സ്നേഹിക്കുന്ന അമ്മയായിരുന്നുവെങ്കിൽ ഒരിക്കലും മകൻ സ്നേഹിച്ച പെണ്ണിനെ മകനിൽ നിന്നും അകറ്റാൻ നോക്കില്ലായിരുന്നു. അവളെ അവളിൽ നിന്നും അടർത്തി മാറ്റിയ ആൾക്ക് വേണ്ടി സംസാരിക്കില്ലായിരുന്നു. മതി, നിർത്ത്. കുറേയായി ഇത് കേൾക്കുന്നു. നീ അറിയാത്ത പലതും ഉണ്ട്. അത് നീ അറിയാൻ ശ്രമിക്കുന്നില്ല. ഒരുപക്ഷെ നിന്റെ കണ്ണുകൾ മൂടപ്പെട്ടു പോയതുകൊണ്ടാവാം എന്തെന്നുള്ള രീതിയിൽ കർണൻ അനിരുദ്ധിനെ നോക്കുമ്പോൾ അനിരുദ്ധ് രാവിലെ ഗീതയോടും രേവതിയോടും പറഞ്ഞ് താൻ അറിഞ്ഞതെല്ലാം ഓരോന്നായി പറയാൻ തുടങ്ങി. എല്ലാം കേട്ടതും കർണനും ഒരു മരവിപ്പായിരുന്നു. 2 വർഷങ്ങൾ ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ തൻ്റെ അച്ഛനെ ശപിക്കേണ്ടി വന്നു എന്ന പേരിൽ സ്വന്തം അമ്മയെയും കണ്ടില്ലെന്ന് നടിച്ചില്ലേ? അവനിക്ക് തലയ്ക്ക് വല്ലാത്ത ഭാരം തോന്നി. അങ്കിളിനെ കൊന്നതാണ് കർണ. അച്ഛനെ കൊന്നതാണെന്നോ? ആര്? അത് ചോദിക്കുമ്പോൾ അവനിലെ ദേഷ്യം ആ വാക്കുകളിൽ കണ്ടു. 2 വർഷങ്ങളായി ദുഷ്ടനെന്നും അയാളെന്നും പറയേണ്ടി വന്ന അച്ഛനെ ഇന്ന് അയാൾ നിരപരാധിയാണെന്നറിഞ്ഞതും ഭൂമിയിൽ ജീവനോടെ ഇല്ലെന്ന് കൂടെ അറിഞ്ഞതും അച്ഛാന്ന് തന്നെ പറഞ്ഞു പോയിരുന്നു. അനുമരിച്ചെന്ന മിസ്സിംഗ് കേസ് വല്ലതും വേറെ ഉണ്ടോയെന്ന് നോക്കി. ബട്ട് ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ദിവസം ആരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ തോന്നി എനിക്ക്. അവിടെയും വിധി എനിക്കൊപ്പം നിന്നു. മരിച്ചവരുടെ ഹിസ്റ്ററിയിൽ ആ ദിവസം തലയ്ക്ക് പരിക്കേറ്റു മരിച്ച 2 പേരുണ്ടായിരുന്നു. അതിൽ അങ്കിളിൻ്റെ മരിച്ച നിലയിലുള്ള ഫോട്ടോ ഉണ്ടായിരുന്നു. എന്നാൽ പേരിൻ്റെ അവിടെ ഒരു ബംഗാളിയുടെ പേരായിരുന്നു. അതാ എനിക്ക് ചിന്തിച്ചിട്ട് മനസ്സിലാവാതെ. അങ്കിളിൻ്റെ പേരിൻ്റെ സ്ഥാനത്ത് മറ്റൊരാൾ ആ ദിവസം ബിൽഡിങ്ങിൽ നിന്നും താഴേക്ക് വീണ് മരിച്ച 2 പേരുടെ കൂട്ടത്തിൽ അങ്കിൾ എങ്ങനെ വന്നു? അങ്കിൾ മരിച്ചു എന്ന വിവരം എന്തുകൊണ്ട് മറ്റാരും അറിഞ്ഞില്ല? എന്തിന്? ഒരുപക്ഷെ ഇതിനു പിന്നിലുള്ളവർ ഭയന്നിട്ടുണ്ടാവും. അങ്കിളും മരിച്ചതറിഞ്ഞ നീ വെറുതെ ഇരിക്കില്ലെന്ന്. നിന്നിലെ ക്രോധം അറിയുന്നവർ തന്നെയായിരിക്കും ഇതിനു പിന്നിൽ. അപ്പോൾ ശത്രു മറ്റാരും ആയിരിക്കില്ല, നമുക്കറിയാവുന്ന ആളാവണം. ആരായാലും കൊല്ലും ഞാൻ, വെറുതെ വിടില്ല. എൻ്റെ ജീവനായി കരുതിയവളെ പിച്ച് ചീന്തി നടുറോട്ടിൽ തള്ളി. എന്നിട്ട് അച്ഛനെയും. ഇതിനു പിന്നിൽ ആരായാലും അവൻ്റെയൊക്കെ മരണം ഈ കർണൻ്റെ കരങ്ങൾ കൊണ്ടായിരിക്കും. വെറുതെ വിടില്ല ഒന്നിനെയും.